ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. കാരണം വണ്ടിക്കകത്തിരുന്ന് പോകുന്ന കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ. ഞങ്ങൾ കുറച്ച് ദിവസമായി പിള്ളേരൊക്കെ ഒന്ന് ബീച്ചിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങളിന്ന് എന്തായാലും ബീച്ചിൽ പോയേക്കാമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പം എല്ലാവരും കൂടി ഒരുങ്ങി അങ്ങ് ഇറങ്ങിയതാട്ടോ. കുളിച്ചൊക്കെ ഇറങ്ങിയത് കൊണ്ടായിരിക്കും ജോഷുവായ്ക്ക് ഉറക്കം വന്നിട്ട് അവൻ സീറ്റിൻ്റെ ബേക്കിൽ കിടക്കുക. രണ്ടുപേരും കൂടെ കിടക്കുമായിരുന്നു. പിന്നെ അടിപൊളി ആയപ്പോൾ ജുവാനെ എടുത്ത് മുമ്പിൽ ഇരുത്തി ജോഷ പുറത്ത് കിടക്കാമെന്നും പറഞ്ഞു പുറകിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിത് കാര്യംകോട് പാലത്തിൽ കൂടെ കേട്ടോ പോകുന്നത്. അറിയാലും കാര്യംകോട് പാലം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ വള്ളംകളിയൊക്കെ എല്ലാ വർഷവും നടക്കുന്നതാണ് കേട്ടോ. അത്യാവശ്യം അന്നേ സമയത്തൊക്കെ നല്ല ഒത്തിരി ആൾക്കാരും ഒക്കെ ഉള്ളതാണ്. ഇതിപ്പോൾ പുതിയ പാലം വന്നു. പഴയ പാലം എൻ്റെ അപ്പുറത്തുണ്ട്. പുതിയ പാലം വന്നിട്ടിപ്പം അധികമായില്ല. അതിൻ്റെ അടുത്ത് തന്നെ പള്ളിക്കര മേൽപ്പാലമൊക്കെ നല്ലൊരു എന്താ പറയുക, ഈ പാലങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് എന്ത് പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അറിയാമോ. പക്ഷേ ഇപ്പോൾ ഹൈവേയും പാലവും അപ്പുറത്ത് മേൽപ്പാലവും ഒക്കെ വന്നപ്പോഴും അതിൻ്റെ എന്താ പറഞ്ഞൊരു പണ്ടത്തെ ആ ഭംഗി പോയി കേട്ടോ. പണ്ട് ഭയങ്കര സൂപ്പറായിരുന്നു. ഇതിലെ നമ്മൾ ബസ്സിനൊക്കെ ഞാൻ ജോലിക്കൊക്കെ പോയിക്കോട്ടെ ഇതിലെ സ്ഥിരം പോയിക്കോട്ടെ എന്ത് രസമുള്ള സ്ഥലമായിരുന്നു അറിയാം. ഇപ്പം വികസനങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഭൂമിയുടെ ആ ഭംഗി നഷ്ടപ്പെട്ടു. പക്ഷേ മനുഷ്യർക്ക് യാത്രയും കാര്യങ്ങളൊക്കെ എളുപ്പമായി. അപ്പോൾ ഞങ്ങൾ മേൽപ്പാലത്തിൽ കൂടെ കയറി ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തൈക്കടപ്പുറം ബീച്ചിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ വേറെ ഒന്നുമില്ല. എന്താ പറയുക, പിള്ളേർക്ക് കളിക്കാനൊന്നും പ്രത്യേകിച്ച് കളി സാധനങ്ങൾ അങ്ങനെയൊന്നുമില്ല. ബീച്ച് മാത്രമുണ്ട്. നമുക്ക് നല്ല വിശാലമായിട്ട് കിടക്കുന്ന ബീച്ചാണ്. ഓടിച്ചാടി എങ്ങനെ വേണമെങ്കിലും കിടന്ന് ഉരുണ്ടോ പേരുണ്ടോ കുളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്നാണ്. ഇവന്മാരെയും കൊണ്ടാകുമ്പോഴും ഒത്തിരി ആളില്ലാത്തടത്ത് പോവുകയാണെങ്കിൽ ഇവർക്കായാലും ഇഷ്ടമാണ് കളിക്കാനൊക്കെ ആയാലും വഴക്കൊന്നും ഇല്ലാതെ കളിക്കുകയൊക്കെ ചെയ്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് ചെയ്തോട്ടെ. ഏകദേശം ഞങ്ങൾ എടുക്കാനായി. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പണ്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നുണ്ട്. ഇപ്പം കുറേ നാളായിട്ട് അങ്ങനെ പോവാറൊന്നുമില്ല. കാരണം ഇപ്പം ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ചധികം ദൂരമുണ്ട് അങ്ങോട്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പം ഇന്നൊരു ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകും തോറും റോഡും തീരുന്നില്ല. എന്താ പറയുക, നമ്മളൊരു ഈ കടലിനോട് കുറച്ച് ദൂരത്തേക്ക് പോവുക. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏകദേശം അടുത്തൊരു സ്ഥലം കണ്ടപ്പം വണ്ടിയൊക്കെ ഇറക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കി, മതിലൊന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട് അങ്ങോട്ടേക്ക് വണ്ടിയൊക്കെ ഇറക്കിയിട്ടിട്ട് ഞങ്ങൾ അങ്ങ് നടന്നു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ എത്തിയപ്പോഴേ പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഇവരുടെ വിചാരം ബീച്ച് എന്ന് പറയുമ്പം പാർക്കാണെന്നോ അതായത് ഊഞ്ഞാലുണ്ടോ എന്നൊക്കെ ഇവർ ചോദിക്കുന്നത്. ഇവർക്ക് ബീച്ചും പാർക്കും തമ്മിൽ ഇതുവരെ മനസ്സിലായില്ല എന്നൊന്നും. എനിക്കായാലും ബീച്ചും പാർക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ അല്ലേ. ഞങ്ങളപ്പോൾ ഓൾറെഡി വണ്ടിയെ ചെരുപ്പ് ഊരിട്ടിട്ട് ചെരുപ്പില്ലാതെ പോകാൻ തുടങ്ങി. കാരണം തിരിച്ച് വരുമ്പോൾ നനഞ്ഞ് ചെരുപ്പും കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ജുവാൻ എന്ത് ചെയ്താലും ജുവാൻ്റെ കാലിൽ ചെരുപ്പ് ഊരില്ല. അതിന് അപ്പനും മകനും കൂടെ അവിടുന്ന് കുറേ പരിശ്രമിച്ചു. ജുവാൻ ചെരുപ്പ് ഊരിയിട്ട് ചേട്ടായി വരത്തില്ല. അങ്ങനെ ലാസ്റ്റ് പറഞ്ഞ ചേട്ടായി തോറ്റ് ജുവാൻ അത് ചെരുപ്പ് ഇട്ടിട്ട് വരുന്നു. പുള്ളി പറഞ്ഞ ചെരുപ്പ് ഊരിയ കാലെ ചിച്ചി വരും. പക്ഷെ കൊച്ചു പറഞ്ഞാൽ ശരി, അവിടെ എല്ലാം കുപ്പിച്ചിലും ഒക്കെ ഉണ്ട് കേട്ടോ. ചെരുപ്പില്ലാതെ പോകാനാണേലും ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ കയ്യിൽ ഓൾറെഡി പാക്ക് ചെയ്തെടുത്തു. കാരണം ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾ നേരത്തെ വന്നിട്ടുള്ളതുകൊണ്ട് ഇവിടെ കടകളൊന്നും ഇല്ലയെന്നറിയാം. ദാഹിക്കുകയോ വിശക്കുകയൊക്കെ ചെയ്താൽ പിള്ളേരെയും കൊണ്ടും വരുന്നല്ലോ. നമുക്കൊക്കെ വിശപ്പ് സഹിക്കാം, പിള്ളേരിപ്പോൾ അങ്ങനെ സഹിച്ചിരിക്കുകയൊന്നുമില്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ. ഏകദേശം വൈകുന്നേരമൊക്കെ സൂര്യൻ അസ്തമിക്കാനൊക്കെ ആയായിരുന്നു. ഇരുട്ടായില്ല, എന്നാലും ആയായിരുന്നു കേട്ടോ. അപ്പം ജോവാനാണെങ്കിൽ ഇറങ്ങാൻ ഭയങ്കര മടി, ജോഷുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷവും. പക്ഷേ എന്താ പറയുക, കടൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ശാന്തമായിരുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടാണല്ലോ, കടലിന് ഇച്ചിരി ഇളക്കം കൂടെ. അപ്പം ആൾക്കാരെ കണ്ടുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. എന്നാലും കുറേ നേരമൊക്കെ ഞങ്ങൾ കളിച്ചു കേട്ടോ. ജോഷയ്ക്കായാലും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ. പിന്നെ കുറേ മുമ്പിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അത് കുറച്ച് അധികം ദൂരത്തിലാണ്. ഇവിടെ ഞങ്ങൾ മാത്രം നല്ലൊരു പ്രൈവസി ആയിട്ടൊരു സ്ഥലം കേട്ടോ. നമുക്ക് പ്രൈവസിയും ഒക്കെ ഉണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും നമ്മുടെ അടുത്തൊന്നുമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ഓടിച്ചാടിയൊക്കെ കളിക്കാം. നല്ല നിരന്ന് കിടക്കുന്ന കേട്ടോ. അങ്ങനെ ഇറക്കമോ അങ്ങനെയൊന്നുമല്ല. നല്ല അടിപൊളി ഒരു ബീച്ച്. നമുക്ക് നല്ലോണം ഒന്ന് ആസ്വദിക്കാൻ പറ്റും കേട്ടോ കണ്ടില്ല. അപ്പം ജോഷയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ജുവാനാണെങ്കിൽ ഇറങ്ങുന്നില്ല, പുള്ളി കരയെ നിൽക്കുന്നു. അവൻ ഇറങ്ങാതെ ചേട്ടായിക്കും ഇറങ്ങാനും പറ്റുന്നില്ല. പിന്നെ ജുവാനെ കരയെ നിർത്തി ഞങ്ങൾ 3 പേരും കൂടി കുറച്ച് നേരമൊക്കെ ഒന്ന് ഇറങ്ങുകയും കയറും ഒക്കെ ചെയ്തു കേട്ടോ. എന്താ പറയുക, കല്യാണത്തിന് മുന്നേ ഞാൻ ആകെ ബീച്ച് 2-3 പ്രാവശ്യം മറ്റോ ബീച്ച് വന്നിട്ടുണ്ടാവുള്ളൂ. കാരണം ഞങ്ങളുടെ അവിടുന്ന് ബീച്ചിലേക്ക് ഒത്തിരി ദൂരമുണ്ട്.
പിന്നെ അന്നത്തെ ബസ്സൊന്നും കയറിയൊന്നും കഷ്ടപ്പെട്ടിപ്പം ബീച്ച് കാണാൻ ആരെങ്കിലും പോകുമോ? അങ്ങനെ പോകത്തില്ല. കല്യാണത്തിനൊക്കെ ശേഷം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ബീച്ചിലൊക്കെ പോകുന്നത്. ഞങ്ങൾ ചില സമയം ചായയൊക്കെ ആക്കി അവിടെ വന്നിരുന്നിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ജോലിക്ക് പോകുന്ന സമയത്ത് ജോലി കഴിഞ്ഞ് തിരിച്ച് വന്ന് വീട്ടിലെത്തി കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ പിള്ളേരൊക്കെ ആയി പിന്നെ അങ്ങനെ അത്ര പോക്കില്ല. കാരണം അവരാൽ ഇപ്പോഴൊന്ന് കളിക്കാനൊക്കെ, ഇതിനു മുമ്പ് അവരങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. വെള്ളം കാണുമ്പോൾ രണ്ടുപേർക്കും പേടി, ചാടി എളിയിൽ കയറും അവർ. അവന്മാരെ കൊണ്ട് ബീച്ചിൽ പോയി നമ്മൾ അവന്മാരെ എടുത്ത് നടക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് പിന്നെ ഇടക്കാലത്ത് പോക്കൊക്കെ നിർത്തിയായിരുന്നു. ഇപ്പം ജോഷയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. ജുവാൻ ഇപ്പം ഭയങ്കര ഇവിടെ നിൽക്കുന്നതല്ലേ, കാലൊരു തുള്ളി വെള്ളം പോലും പറ്റിക്കാതെ ഇങ്ങനെ കരയ്ക്ക് കയറി നിൽക്കുക. അഥവാ ഇങ്ങനെ തിരമാലയും മറ്റും വന്നാൽ ജുവാനൊരു ഓട്ടം ഓടുവേ കരയിലോട്ട്. കരച്ചിൽ കണ്ടില്ലേ, പുള്ളിക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പം ഞാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്, എടുക്കണം എന്ന് പറഞ്ഞാൽ കരയുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വെള്ളം വരുന്നുണ്ടോ എന്നും കൂടിയാണ് പുള്ളി നോക്കുന്നത്. കണ്ടില്ല, ഒരു മനുഷ്യന്മാർ പോലിട്ട്. പക്ഷെ ഭയങ്കര വൃത്തികേടാ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയില്ല കേട്ടോ. അപ്പടി പ്ലാസ്റ്റിക്കും വേസ്റ്റുകളും എന്താ പറയണ്ടേ, ഈ കള്ള് കുടിച്ചിട്ട് കിട്ടുന്നതായിരിക്കും, കുപ്പിയൊക്കെ തല്ലിപ്പൊട്ടിച്ച് കുപ്പിച്ചില്ലും. അതിനിടയ്ക്ക് ഒരു കുഞ്ഞു കുപ്പിച്ചിൽ എൻ്റെ കാലെ കൊള്ളു വരെ ചെയ്തു കേട്ടോ. എന്നാൽ ഈ മനുഷ്യന്മാർ വരികയൊക്കെ ചെയ്യുന്നതല്ലേ, കാരണം കടലിൽ നിന്നാലും ചെരുപ്പിടാതെ ഇറങ്ങുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം പിന്നെ അങ്ങനത്തെയൊക്കെ പണി ചെയ്യാൻ പാടുണ്ടോ? എന്തായാലും മനുഷ്യന്മാർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും അവനവൻ്റെ കാര്യം കഴിഞ്ഞ് പോകുമ്പോൾ എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ച് തിന്നതിൻ്റെ ബാക്കിയെല്ലാം ഉപേക്ഷിച്ച വേസ്റ്റൊക്കെ ഇട്ടാക്കുന്ന കാണണം കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോവും. എന്നാൽ ഇനി ഇനി വരാനുള്ളത്, അല്ലെങ്കിൽ ഇനി ബാക്കി വേറെ ആൾക്കാർക്ക് വരാനുള്ളതാണെന്നൊരു ചിന്തയൊന്നുമില്ല കേട്ടോ. എത്ര സുന്ദരമായൊരു എന്താ പറയണ്ടേ ഒരു ബീച്ചാണെന്നറിയോ. അതൊക്കെ ഭംഗിക്ക് വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചാലേ നല്ലതല്ലേ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ കാലൊക്കെ ഒന്ന് നനയ്ക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒത്തിരി ഇറങ്ങിയൊന്നുമില്ല, ഒരു കൊതിക്ക് വേണ്ടി അങ്ങ് ജസ്റ്റ് ഇറങ്ങി കാലൊക്കെ നനച്ച് കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ ഞങ്ങൾ ഒത്തിരി മുന്നോട്ടൊന്നും പോയില്ല, കാരണം നമുക്ക് അറിയത്തില്ലല്ലോ കടലിൻ്റെ എന്ന് പറഞ്ഞാൽ കടലിൻ്റെ ഒരു കിടപ്പ് നമുക്കറിയില്ല. അങ്ങോട്ടേക്ക് പോയാൽ ഒത്തിരി വെള്ളം ഉണ്ടോ ഒന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ആ കരയിൽ മാത്രം നിന്നോളൂ കേട്ടോ. കരയിൽ നിന്നു, തിരമാല അടിച്ച് വരുമ്പോൾ കാലെ കൊണ്ട് അങ്ങനെ കിടന്നോളൂ. പിന്നെ പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ ഒത്തിരി സേഫൊന്നും അല്ല നമ്മൾ അങ്ങനെ പോകുന്നത്. ചേട്ടായാലും ചേട്ടായാലും എപ്പോഴും വന്നാലും അങ്ങനെ ഇറങ്ങൂല്ലേ. ഇപ്രാവശ്യം എന്തായാലും ഇറങ്ങാനുള്ള സ്ഥിതിക്ക് പുള്ളി നിക്കറൊക്കെ ഇട്ട് വന്ന് ഇറങ്ങിയതാണ്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു സന്തോഷം. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ കാണാനോ കേൾക്കാനോ ഒന്നുമില്ല, കുറച്ച് കടൽ മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്കതൊരു ഒരു പ്രത്യേകതര ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോയാന്ന് വിചാരിച്ച് അവർ അനങ്ങാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോയല്ല വീഡിയോയാണ്. പിന്നെ പേടിച്ചായിട്ട് ഞാൻ അഥവാ നീ സെൽഫി സ്റ്റിക്ക് കൊണ്ട് താഴെ വീണാൽ തീർന്നു, എടുത്ത വീഡിയോയും പോയി, ഫോണും പോയി, എല്ലാം പോയി. ഞാനപ്പോൾ ഇങ്ങനെ പേടിച്ച് സ്റ്റിക്കും പിടിച്ച് വീഡിയോ എടുക്കുന്നത് തന്നെ. സ്റ്റാൻഡിൽ വെക്കാമെന്ന് വിചാരിച്ചാൽ മണലങ്ങനെ സ്റ്റാൻഡിൽ ഇരിക്കുന്നുമില്ല. ഞങ്ങളൊരു സെറ്റ് കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കയറി കേട്ടോ. എന്നാൽ പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിന്നാക്കാം. എല്ലാവർക്കും പിന്നെ ചെറിയ വിശപ്പ് പോയി. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് കേട്ടോ, വാട്ടർ മെലണും മാങ്ങ, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, ഗ്രീൻ ആപ്പിൾ, ഒരു സാധനം എടുത്ത് പിന്നെ കുറച്ച് വെള്ളം എടുത്തായിരുന്നുണ്ട്. വെള്ളം വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. പിന്നെ വണ്ടിക്കകത്തുണ്ടായിരുന്ന വെള്ളം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരാൾക്ക് വാട്ടർ മെലൺ മതി, ഒരാൾക്ക് ഗ്രീൻ ആപ്പിൾ മതി. ഡ്രാഗൺ ഫ്രൂട്ടും മാങ്ങയും 2 പേർക്കും വേണ്ട. പിന്നെ അത് 2 ഞങ്ങളും കഴിച്ചു. അമ്മമാർക്ക് വേണ്ടത് അവർക്കും കൊടുത്ത് അങ്ങനെയൊക്കെ ഇരുന്ന് കേട്ടോ. അതിനിടയ്ക്ക് ഒരു ചേട്ടൻ പാവം അതിൽ കൂടെ നടപ്പുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ കുപ്പിയൊക്കെ പെറുക്കി വിറ്റോണ്ട് നടക്കുന്ന വെള്ളം. പുള്ളി കുറേ നേരമൊക്കെ വന്നു നമുക്കും പരിചയമില്ലല്ലോ, എവിടുത്തുകാരാന്നെല്ലാം ചോദിച്ചിട്ട് പുള്ളി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമുക്കത് സംഭവമല്ല, കുറേ നേരം നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ പുള്ളി നിൽക്കുവാണേ. അപ്പം ചേട്ടാ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചു. അപ്പം പറഞ്ഞു ഞാനിങ്ങനെ കുപ്പി വിറ്റിട്ടാ, മീൻസ് പൈസ വാങ്ങിയിട്ടാ ജീവിക്കുന്നത്. പക്ഷേ കുപ്പി വിറ്റ് ജീവിക്കേണ്ട അവസ്ഥ പുള്ളിനെ കണ്ടാൽ തോന്നുന്നില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു പൈസ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. നമ്മളാണെങ്കിൽ കയ്യിൽ ഗൂഗിൾ പേയും കൊണ്ട് പോകുന്നതല്ലേ. ചേട്ടാ പറഞ്ഞു പിന്നെ ഗൂഗിൾ പേ ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഗൂഗിൾ പേ ഇല്ല. പിന്നെ അപ്പോൾ ചേട്ടാ അപ്പുറത്ത് പുള്ളിയോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളിതിവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ചേട്ടാ എന്നാൽ പിന്നെ വേറെ വീട്ടിലാർക്കെങ്കിലും ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ പറ, അങ്ങോട്ടേക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി കേട്ടോ. അവന് എന്താ പറഞ്ഞ പുള്ളിയോടെ കുപ്പിയൊക്കെ വിറ്റിങ്ങനെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് അങ്ങ് അപ്പുറത്തേക്കാണ് പോകുന്നത്. ഈ വശത്ത് നിന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. ഇനി അതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല. പിന്നെ കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നല്ല സൂര്യാസ്തമയമൊക്കെ ആകാനായി. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ദൂരേന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ നമ്മുടെ
കൈവിരലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൂര്യനെ ആക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് അവന്മാരാക്കുന്നത്. ആ ഫോട്ടോസ് ലാസ്റ്റ് ഞങ്ങൾ ആഡ് ചെയ്യട്ടെ. നല്ല അടിപൊളിയായിട്ട് പറഞ്ഞാൽ ആ ഫോട്ടോ കിട്ടിയേട്ടോ. ജിവാനും ജോഷും ഒക്കെ ആയിട്ട് നല്ല മിടുക്കന്മാരായിട്ട് നിന്നു. ജഡയും എൻ്റെ ഫോട്ടോയും എടുത്തു. പക്ഷേ ജഡയുടെ ഫോട്ടോ എടുക്കാനായപ്പോഴേക്കും ഇവന്മാരെടുത്തത് അവന്മാരുടെ സ്വന്തം സെൽഫിയും ഒക്കെ എടുത്തിട്ട് ജഡയുടെ ഫോട്ടോ മര്യാദയ്ക്ക് കിട്ടിയില്ല. പോവാമല്ലോ, അപ്പോൾ പിന്നെ ഒന്നും കൂടി ഒരു കലാശക്കൊട്ടായിട്ട് ഒന്നും കൂടി ഇറങ്ങിയിട്ട് തിരിച്ച് കയറിയേക്കാമെന്ന് വിചാരിച്ചോട്ടോ. അപ്പോൾ ഈ എന്താ പറയുക നീലേശ്വരം അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ ഉള്ളവരോ അല്ലെങ്കിൽ എന്താ പറയുക ബീച്ചിൽ പോവാത്ത തേക്കടമ്പുഴ ബീച്ചിൽ പോവാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ പോയി നോക്കുക കേട്ടോ. നല്ലൊരു സ്ഥലമായിട്ട് നമുക്ക് അതേ ആളും പേരൊന്നും ഇല്ലാതെ നമുക്ക് നല്ല സുഖമായിട്ട് നമുക്ക് അവിടെയൊക്കെ ഒന്ന് ആസ്വദിച്ച് എന്താണ് അവർക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് തിരിച്ച് വരാൻ പറ്റും. അവിടെ ഒത്തിരി ആളുകളുടെ ബഹളങ്ങളോ കച്ചവടക്കാരുടെ തിരക്കുകളൊന്നുമില്ല. കടൽ കാണുമ്പോൾ കടൽ കണ്ട് കടലിലിറങ്ങി ഒക്കെ തിരിച്ച് വരാൻ പറ്റും. അങ്ങനത്തെ ഒരു നല്ലൊരു സ്ഥലം കേട്ടോ. ഞങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഒരു വൈകുന്നേരമായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഒരു 2 മണിക്കൂർ ദൂരമുണ്ട് കേട്ടോ വണ്ടിക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ തന്നെ. എങ്കിലും പിന്നെ ഒരു പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമല്ലേ എന്നൊക്കെ വിചാരിച്ചാൽ പോയത്. എന്നിട്ട് അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ ഇവന്മാരും മടുത്തു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇവർ ചോദിക്കുവാണേ, നിങ്ങളോട് ആരാ ബീച്ചിൽ പോകാൻ പറഞ്ഞേ? ഞങ്ങൾ പറഞ്ഞൊന്നുമില്ല. അപ്പം ഞാൻ നിങ്ങളല്ലേ പറഞ്ഞിട്ടല്ലേ പോയേ. അപ്പോൾ ഇത്രയും ദൂരത്തിലുള്ള ബീച്ചിലൊന്നും അല്ല പോകേണ്ട, ഒരു 5 മിനിറ്റ് ദൂരത്തിൽ അടുത്തുള്ള ബീച്ചിൽ പോയാൽ മതിയായിരുന്നു. അവന്മാർ തിരിച്ചു പോയപ്പോൾ മടുത്ത് കഴിഞ്ഞപ്പോൾ അവർ അടവ് മാറ്റി. ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഫോട്ടോസ് കിട്ടാൻ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയില്ലേ. യുവാൻ്റെ നിപ്പ് നോക്കിക്കേ, നല്ല ഫോട്ടോസ് കിട്ടി കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു 6:30 ആയപ്പം ഞങ്ങൾ അവിടെ നിന്ന് വേഗം തിരിച്ചു വന്നു കേട്ടോ. 7:45 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്.